ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഏലപ്പുടിൻ്റെ അവിടെ എന്തോ ഒരു ട്രെയിനിൻ്റെ ഒക്കെ സംഭവം ഉണ്ടെന്ന് പറയുന്നു. ഭയങ്കര വൈബായിട്ടൊരു സാധനം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അതൊന്ന് നോക്കാം എന്താ സംഭവം. അപ്പോൾ അത് നമ്മളെ പ്രേക്ഷകർ, കണ്ണൂർ മൗണ്ടിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി, അതായത് വയനാട് നെടുമ്പോയിൽ ചുരമാണിത്. ആ ചുരത്തിൽ എന്താണ് ഒരു ഏലപ്പുടി, അവിടെ ഒരു റെസ്റ്റോറൻറ്റ് വ്യൂ പോയിന്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എന്താ സാധനം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഏലപ്പീടിയൻ്റെ അവിടെ നമുക്ക് തിരിഞ്ഞു പോകണം. അതായത് റോഡ് അടച്ചതുകൊണ്ട് ഏലപ്പീടി വഴി നമുക്ക് ഇവന് പാൽച്ചുരം ആ റോഡിലേക്ക് ഇതുവഴി നമുക്ക് ഏലപ്പീടി വഴി കയറി പോവാം. അപ്പോൾ അവിടെ എത്താൻ അതിന് ഇതുവഴി ആരെങ്കിലും യാത്ര വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏലപ്പീടിയെന്ന് ഇടത്തോട്ട് തിരിഞ്ഞു, അതായത് നെടുമ്പോയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പാൽച്ചുരത്തേക്ക് പോവാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു കോഫി ഷോപ്പ്, അതായത് ഒരു ട്രെയിനിൻ്റെ നമുക്ക് പെട്ടെന്ന് വിചാരിക്കും നമ്മളൊരു ട്രെയിനിൻ്റെ മുന്നിലാണെന്ന്. പക്ഷെങ്കിൽ നമുക്ക് നോക്കാം ട്രെയിനിൻ്റെ മുന്നിലാണോ നോക്കാം. പ്രേക്ഷകരെ, ഞാനിപ്പോൾ കണിച്ചാർ പഞ്ചായത്ത്, അതായത് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊരു ട്രെയിനിന്റെ ചായപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ചായപ്പൊടിയെന്ന് മനസ്സിലാവില്ല, കാണുമ്പോൾ ഒരു ട്രെയിന് തന്നെ. അപ്പോൾ ജോലി ചേട്ടാ, ഈ ഒരു ട്രെയിനിന്റെ സംഭവം എങ്ങനെയാണ് ഇവിടെ വന്നത്, എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാം? ഇത് പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയാണല്ലോ. അപ്പോൾ എല്ലാ പഞ്ചായത്തും ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അതതിന്റെ ഒരു മോഡല് വെറൈറ്റി ആക്കണമെന്ന് അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ ഇതിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഇയാൾ വിഷ്ണു എന്ന് പറഞ്ഞ അയാളുടെ ആശയമാണ്. അയാളുടെ പിന്നെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണ് ഇതിന്റെ പ്ലാനും കാര്യങ്ങളെല്ലാം. അപ്പൊ അയാളുടെ അച്ഛൻ റെയിൽവേ ജോലിക്കാരനായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ട്രെയിനുമായിട്ട് നല്ല ബന്ധമാണ് അയാൾക്കുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അയാളുടെ ആശയമാണ്. അപ്പൊ ഈ ലൈറ്റുകളൊക്കെ കത്തുമോ ഈ ട്രെയിനിന്റെ എല്ലാം? അപ്പൊ അതൊന്ന് കത്തിക്കാവോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? അതായത് സ്നേഹിക്കുന്ന നമ്മുടെ ടൂറിസ്റ്റുകൾ തിരിച്ച് ഇപ്പം നമ്മളെ പ്രളയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും വയനാട്ടിലേക്ക് വരണം. അതുപോലെ തന്നെ ഇവരൊക്കെ ഒരു ആകെയില്ല ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് ഇതുപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ജോലിയായിട്ട് ടൂറിസ്റ്റുകളൊക്കെ ഇപ്പൊ വരാറുണ്ട്. അപ്പോ മഴ കാണാനും ഈ മഞ്ഞ് കാണാനൊക്കെ വരാറുണ്ടല്ലേ? അപ്പൊ ഇന്ന് നല്ല കോടയാണ്. അവിടെ പോയി അവിടെ വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നാണ്. ഇത് കണ്ണൂരിലെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. കണ്ണൂരിലെ ഊട്ടി, അതായത് കണ്ണൂരിലെ ഊട്ടി എന്നാണ് പറയുന്നത്, ജോലിയായിട്ടും പറയുന്നത്. അപ്പോൾ മഴയുടെ സമയത്ത് കോട ഏത് സമയം ഉണ്ടാവും, മഴയുടെ സമയത്ത് കോട ഇങ്ങനെ എപ്പോഴും ഉണ്ടാകും പോലും. അപ്പൊ നമുക്ക് ജോലിയായിട്ട് ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ വിശദമായിട്ട്? എങ്ങനെ? അതായത് ഈ ഇവിടെ നിങ്ങൾക്ക് ചായ എന്തൊക്കെ പലഹാരങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ചായ, കോഫി, ബൂസ്റ്റ്, ഹോർലിക്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ സ്നാക്സുകൾ, പിന്നെ എണ്ണക്കടികൾ, അത് പരിപ്പുവട, ഉഴമ്പൊരി, ഉള്ളിവട, അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ ഷോപ്പ്? ഇത് എന്റെ വീട് ഇത് തന്നെയാണ്. ഞങ്ങളൊരു 7 മണിയാകുമ്പോൾ തുറക്കും. രാവിലെ 7 മണിക്ക് തുറക്കും. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും? വൈകുന്നേരം 8 മണി വരെ, ആളുടെ പോലെ. അതുപോലെ നമ്മളെ പ്രേക്ഷകരെ, അതായത് ഇവിടെ വരുന്നവർക്ക് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ജോലിയായിട്ട് സേവനം ഇവിടെ ഉണ്ടാവും. ചായ കുടിക്കാനും എന്റെ ഭാര്യ ഉണ്ടാവും. അപ്പോൾ ഇവരെ ഫാമിലി തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം, ഇവിടെ ആസ്വദിക്കാം. അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നമുക്ക് പിന്നെ അവിടെ ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്, ലൈറ്റും കാര്യങ്ങളും. അതിന്റെ അപ്പുറത്ത് പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് കാണാം. അപ്പോ നമുക്കിവിടെ എല്ലാ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വരുന്ന ഗസ്റ്റുകൾക്ക്. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കണിച്ചാർ പഞ്ചായത്ത് പണിതിരിക്കുന്നത്. അപ്പോൾ ഇത് വൃത്തിയായി സൂക്ഷിക്കാൻ ഇവിടെ ജോലിയാട്ടനുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ അത് നല്ല വെടിപ്പായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. വരുന്നവരും കൂടി സഹായിച്ചാൽ, ഇവിടെ വരുന്നവരും കൂടെ സഹകരിച്ചാൽ നമുക്കിത് എന്നും വൃത്തിയായിട്ടല്ല കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ അവിടെ വലിയൊരു മലയും കാര്യങ്ങളുമാണ്. കണ്ണൂരിന്റെ ഒരു പ്രദേശമാണത്. ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വയനാടിന്റെ പ്രദേശമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിനിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ട്രെയിൻ തന്നെ, ട്രെയിനിന്റെ സൈഡിൽ നിൽക്കുന്ന ഇതുപോലെ തന്നെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അല്ലേ ജോലിയേട്ടാ? അതന്നെ, ട്രെയിൻ പോലെ തന്നെ. ട്രെയിൻ പോലെ തന്നെ. അപ്പോൾ ശരിക്കും ട്രെയിനിൽ ചായ വെക്കുന്നതായിട്ട് പോലെ അത് തന്നെ, അങ്ങനെ തന്നെ. അത് ജോലിയേട്ടന് തോന്നുന്നത് എപ്പോഴും ട്രെയിനിൽ ചായ കൊടുക്കുന്നത്. അപ്പൊ അതില് കുഴപ്പമില്ല. നമ്മളെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി പോലും ട്രെയിനിൽ ചായ വിട്ടിട്ടുണ്ട് അല്ലേ? പിന്നെന്താ, അതേപോലെ തന്നെ. ഓക്കെ, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അപ്പൊ ഇന്ന് നല്ല മഴയായതുകൊണ്ട് ഇവിടെ ചെറിയ നനവൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അടിപൊളി വൈബാണ്. പിന്നെ ഏത് സമയം നല്ല കാറ്റായിരിക്കും ഇവിടെ. വേനക്കൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമായിരിക്കും, നല്ല കാറ്റാണ്. അപ്പൊ ഇവിടെ ഫുൾ ടൈം ജീവിക്കുന്ന ജോലിയായിട്ടും തന്നെ പറഞ്ഞ് ഇവിടെ നല്ല സൂപ്പറാണെന്ന്. അപ്പൊ എല്ലാരും ഇങ്ങോട്ടേക്ക് വരണം, വയനാട്ടിലേക്ക്. പിന്നെ അവിടെ ഒരു വലിയ മലയുണ്ട്, വ്യൂ, ഏറ്റവും വലിയ വ്യൂ. അവിടെ ആ മലയിൽ കയറി കഴിഞ്ഞാൽ, അതായത് കണ്ണൂരിലെ ഊട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഇവിടെ വരിക, അടിച്ചു പൊളിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുരിശുമല, അതുപോലെ ഹിറ്റാച്ചിക്കുന്ന്, നമ്മുടെ ഫാൽത്തു ജാൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്.
അപ്പോൾ നമ്മുടെ ബേസിൽ ജോസഫ് തകർത്താടിയ ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ നമുക്ക് കാണാം ശരിക്കും കണ്ണൂരിന്റെ ഊട്ടി തന്നെയാണ് ഇത് അല്ലെ? അതെ, കണ്ണൂരിന്റെ ഊട്ടി തന്നെ. ഊട്ടി തന്നെ. അപ്പൊ ഫുൾ ടൈം ഈ ഒരു കോട ഉണ്ടാവുന്ന പറയണ മഴയുള്ള സമയത്ത് ഇവിടെ നല്ല കോടയാണ്. ശരിക്കും ചുരം കയറുമ്പോൾ തന്നെ താഴെ നിന്ന് കാണാം ഇവിടെ ഇങ്ങനെ. അതെ, അതായത് നമ്മൾ നെടുമ്പോയിൽ നിന്ന് കാണുന്ന ഈ ഒരു വശം. അതന്നെ, ഈ ഒരു വശം അല്ലേ? അപ്പൊ നമ്മൾ വരുമ്പോ പിന്നെ ലെഫ്റ്റ് സൈഡ് ആണല്ലേ? അപ്പോ എത്ര നമ്മുടെ ഈ ഒരു പ്രദേശത്ത്, അതായത് ഏലപ്പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ വരണം, എന്നാൽ മാത്രമേ നമ്മുടെ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാനാവൂ. കാരണം നമ്മളെ ആശ്രയിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ, ഇവിടെ കടയും ചായക്കടയൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോ അനധികൃതമായിട്ട് നമ്മുടെ ഭൂമിയെ, അതായത് വെട്ടിക്കീറി നശിപ്പിക്കാതെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിന് കുഴപ്പമില്ല. അതായത് നമ്മളെ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നമുക്ക് നിലനിൽപ്പില്ലാതായിപ്പോ അത് തന്നെയാണ് ജോളിയേട്ടൻ പറയുന്നത്. ചെറിയ രീതിയിൽ, അതായത് വീടുകളൊക്കെ കെട്ടി നിൽക്കുന്നതിന് വലിയ കുഴപ്പമില്ല. ജോളിയേട്ടൻ ആയതുകൊണ്ട് ഹോർലിക്സ്. അപ്പൊ നല്ലൊരു ഹോർലിക്സ് ജോളിയേട്ടൻ തന്നിട്ടുണ്ട്, ഒന്ന് കുടിച്ചു നോക്കാം. അടിപൊളി, ഈ ഒരു തണുപ്പിന് അടിപൊളിയാണ്. അപ്പൊ ജോളിയേട്ടാ, ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഒരു യൂറോപ്പിലൊക്കെ പോയ പോലെ പെട്ടെന്നൊരു മാറ്റം. അപ്പോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ വാർഡ് മെമ്പറാണ് ഇവിടുത്തെ ഈ പ്രവർത്തനം? പ്രസിഡന്റ് വേണമല്ലോ. പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടെ ഒരുമിച്ച് പ്രയത്നിച്ചാണ് ഇവിടെ വന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ മെമ്പറിന്റെ പിന്നെ പ്രയത്നമാണ്. മെമ്പറിന്റെ പേരെന്താണ്? മെമ്പറിന്റെ പേര് ജിമ്മി അബ്രഹാം. അബ്രഹാം. അദ്ദേഹത്തിനൊരു കയ്യടി കൊടുക്കാം പ്രേക്ഷകരെ. കാരണം നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു സ്ഥലം അദ്ദേഹം പണിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു ട്രെയിൻ, ഇത് ഒരു ജെൻസിന്റെ ടോയ്ലറ്റാ? ജെൻസിന്റെ ടോയ്ലറ്റ്, അതില് ലേഡീസിന്റെ ടോയ്ലറ്റ് ഉണ്ടല്ലോ. പുറകിൽ കോമൺ ആയിട്ടുണ്ട്, വികലാംഗർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നു ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ. അതായത് നമ്മളൊരു മെമ്പർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരു ടോയ്ലറ്റ് സൗകര്യമാണ് പ്രധാനമായിട്ടും അവർ നോക്കുന്നത്. അപ്പൊ അതിവിടെ ഉണ്ട്. അപ്പോൾ ഫാമിലിക്ക് ധൈര്യമായിട്ട് കുളിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. അപ്പൊ കുളിക്കാനും ഡ്രസ് മാറാനും ഒക്കെ ഉള്ള. അപ്പൊ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടോ അടുത്ത്? വെള്ളച്ചാട്ടമല്ല, വെള്ളം നമ്മള് പൈപ്പ് വെള്ളം. അല്ല, ഇവിടുന്ന് വെള്ളച്ചാട്ടം കുളിച്ചു വേണ്ടി ഇവിടെ അങ്ങനെ കുളിക്കാൻ അല്ല, അങ്ങനല്ല. ഇവിടെ വന്ന് വിശ്രമിക്കുന്നവർ കുളിക്കാൻ വേണ്ടി, ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് കുളിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ദൂരത്തുനിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകുന്ന. അപ്പോ നമ്മളെ ദൂരത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷ് ആയി ജോളിയേട്ടന്റെ വക ഒരു ഹോർലിക്സ് ഒക്കെ കുടിച്ച് പോവാം. ബാക്കി സൈഡ് സീനൊക്കെ കാണാനായിട്ട് പോകാം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം അല്ലെ ജോളിയേട്ടൻ? അതെ, എല്ലാവർക്കും സ്വാഗതം, ഏത് സമയവും. അപ്പൊ മോനെ റിൻഡോ വന്നിവിടെ ഇരിക്കും. അപ്പൊ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളൊരു ചങ്കാണ്, ചങ്ക് ബ്രോ റിൻഡോ, പീസ് ബ്ലോഗർ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ ഇദ്ദേഹം ഉണ്ട്. അപ്പോൾ നമുക്ക് റിൻഡോന് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. റിൻഡോ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രത്യേക ഒരു വൈബ്. അതെ, ഞാൻ വന്ന സമയത്ത് സുധീറിനോട് പറഞ്ഞു, അതായത് കിട്ടിന എന്നാ നല്ല ആംബിയൻസ് ആണ് ഇവിടെ. എന്താന്ന് വെച്ചാൽ ഈ ഒരു ടൈം വന്നോണ്ട് ജോലിയൊക്കെ കോടമഞ്ഞ് കാണാൻ പറ്റി രാവിലെ. കാരണം ഞാനിവിടെ ഒരുപാട് ടൈം വന്നിട്ട് പലപ്പോഴും വരുന്ന അവിടെ ചായ കുടിച്ചു. അപ്പോ ഇവൻ ഒരുപാട് പ്രാവശ്യം വന്നപ്പോ ഇനി ഞാനും വരും. ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുക. ഇനിയിപ്പം ഇത് തന്നെ വീഡിയോ കാണുമ്പോ കുട്ടികളൊക്കെ കാണുമ്പോ നമുക്ക് ഇവിടെ വരണമെന്ന് പറയും. അപ്പോ എന്റെ ഫാമിലിയൊക്കെ വയനാട്ടിൽ ഒരുപാട് പേരുണ്ട്. യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നല്ലൊരു വൈബാണ്. കാസർഗോഡ് ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും ആളുകൾ വരും. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അതായത് കണ്ണൂരിന്റെ മിനി ഊട്ടിയിലേക്ക് എല്ലാരും വരണമെന്ന് തന്നെയാണ് ജോലിയേട്ടൻ പറയുന്നത് അല്ലെ? നല്ല ജോലിയേട്ടൻ നല്ല കോഫിയും നല്ല അടിപൊളി. ഒരു നഷ്ടം ഉണ്ടായില്ല. കാരണം വെച്ചാല് സാധാരണ ഞാൻ കോഫിയും ചായ ഒന്നും കുടിക്കാറില്ല. എന്നാൽ ജോലിയേട്ടന്റെ കൈ കൊണ്ട് കുറച്ച് ഹോർലിക്സ് അദ്ദേഹം തന്നു. ഞാൻ ഒന്ന് ചായ കോഫി അങ്ങനെയുള്ള ഒരു ഐറ്റംസും ഞാൻ കുടിക്കാറില്ല. അപ്പൊ ഇത് ജോലിയേട്ടന്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി, അപ്പൊ അതുകൊണ്ട് ഞാൻ കുടിച്ചാണ്. അടിപൊളി, നല്ല നാടൻ പാലാണ്. നാടൻ പാല്, അതാണ് ഇത്രയും ടേസ്റ്റ് കേട്ടോ. നാടൻ പാലിൽ ഉത്പാദിപ്പിക്കുന്ന പാൽ ആണല്ലേ? അടിപൊളി, അതുകൊണ്ട് ഇത്രയും ടേസ്റ്റ് കേട്ടോ. ജോലിയേട്ടൻ എന്താണ് പറയാനുള്ളത് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും വരിക, ഇതെല്ലാം ആസ്വദിച്ചു പോവുക, ഫാമിലി ആയിട്ടൊക്കെ വരാം. ഇവിടെ പിന്നെ വ്യൂ കാണുന്ന ഒരുപാട് മലകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ജോലിയുടെ പൊതുവെ ഈ വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം ആളുകൾ
ഇങ്ങോട്ട് വരുന്നില്ല, വളരെ കുറവാണ്. വയനാട് ദുരന്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുകൾ ലേശം കുറവാണ്. പിന്നെ ഇവിടെ റോഡ് ബ്ലോക്കാണ്. റോഡ് മൊത്തം അവിടെ പണി നടന്നു. വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, റോഡ് മൊത്തം പണി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മാസത്തേക്ക് അടച്ചു വെച്ചേക്കാണ്. അതുകൊണ്ട് മുമ്പേ അടച്ചു, ഇനിയിപ്പോ ഒന്നര മാസം 2 മാസം കൊണ്ട് തീരുമായിരിക്കും. കാരണം നല്ല രീതിയിൽ തന്നെ അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നത് അവിടെ കാണാം. അതുകൊണ്ട് കുറച്ച് ആളുകൾ കുറവുണ്ട്. പക്ഷെ ഇവിടെ വരുന്നതിന് ഈ ആ റോഡുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തു നിന്നുള്ളവർക്ക്, താഴെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വിഷയമില്ല. വയനാടുകാർക്ക് പ്രശ്നമുണ്ട്. അപ്പൊ വയനാടുകാർക്ക് മാത്രം ഇങ്ങോട്ട് താഴെ ഇറങ്ങി വരുന്നതിന് മാത്രമേ റോഡ് ബ്ലോക്ക് ഉള്ളൂ. അപ്പൊ നമുക്ക് കണ്ണൂര്, കാസർഗോഡ്, തലശ്ശേരി ഇല്ല ആ ഭാഗം വടകര ഇല്ല ആളുകൾക്കൊക്കെ നമുക്ക് ഇവിടെ നെടുമ്പോയിൽ വഴി ഇവിടെ വരാം. അപ്പൊ അതിന് ഒരു തടസ്സമില്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തന്നെ റോഡ് തുറന്നു വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ചായ കുടിച്ച് പിരിയാം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.